ഞാൻ പറയുന്ന കഥ എൻ്റെ രാഘവൻ്റെതാണ്. ഈ കഥ ഭഗവാൻ മനുഷ്യാവതാരമെടുത്ത കഥ. വിശുദ്ധമായ ആദർശനിഷ്ഠയുടെ പര്യായമായ ആ യോദ്ധാവിൻ്റെ പേരാണ് രാഘവ്. ധർമ്മം കൊണ്ട് അധർമ്മത്തിന്റെ ശിരസ് തകർത്ത കഥ. ഈ ഇതിഹാസം യുഗങ്ങളിലൂടെ രാമായണമായി ജീവിക്കുന്നു. അങ്ങ് അയോധ്യയുടെ യുവരാജാവ്. ഒന്ന് വിരൽ ഞൊടിച്ചാൽ മതി, നമ്മുടെ സൈന്യം മുഴുവൻ ഇവിടെ വന്ന് നമുക്ക് വേണ്ടി പോരാടും. അതെന്റെ ആദർശത്തിന് വിരുദ്ധമാണ്. അപ്പൊ അങ്ങേക്ക് സ്വന്തം പ്രിയതമയേക്കാൾ രാജ്യസ്നേഹമാണോ പ്രിയപ്പെട്ടത്? ജാനകി എന്നും എന്റെ പ്രാണനാണ്. എന്നാൽ ആദർശം എനിക്ക് എന്റെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ടതും. ഒരു കാട്ടുവാസി വൃദ്ധയുടെ കാല് പിടിക്കുന്നത് അങ്ങേക്ക് ഭൂഷണമല്ല. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് നമ്മൾ വലിപ്പം നിർണയിക്കേണ്ടത്. നിന്റെ ശക്തി മനസ്സിലാക്കൂ ബജ്റംഗ്. നിന്നെ കൊണ്ട് സാധ്യമാകുന്നത് മറ്റാരെ കൊണ്ടും സാധ്യമല്ല. രാഘവന് എന്നെ വരയ്ക്കുവാനായി ശിവധനുസ് ഭേദിക്കേണ്ടി വന്നു. അദ്ദേഹം ഇവിടെ വന്ന് അവന്റെ അഹന്ത അവസാനിപ്പിക്കണം. ഇന്നെനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണ്ട. ഇതിഹാസത്തിൽ നിങ്ങളുടെ പേര് വർണ്ണിക്കുമ്പോൾ ആദരപൂർവം നിങ്ങൾ വിനയാന്വിതരായിരിക്കണം. ആ ദിവസത്തിനായി പോരാടൂ. നിങ്ങൾ പോരാടില്ലേ വീരസൈനികരെ? അഹങ്കാരത്തെ ധർമ്മം കൊണ്ട് തോൽപ്പിച്ച് വിജയക്കൊടി പാറിക്കാൻ അണിനിരക്കൂ. പ്രപഞ്ചത്തിൽ എന്തെല്ലാം നേടാൻ സാധിക്കുമോ അതെല്ലാം നേടിക്കഴിഞ്ഞു. എന്നിട്ടും നീ രാക്ഷസനാണ്. ലക്ഷ്മിയെ പുൽകൂ, നീ നാരായണനാകും.